ഗൈസ്, ഞാൻ ഓക്കെ അനാസ്. നേപ്പാൾ കലാപത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാ? നിങ്ങൾക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എഴുതിയേക്കാം ഓക്കെ അനാസ്. വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചോക്കാം, ChatGPT അടിച്ചോക്കാം, അതൊന്നും വിഷയമല്ല. ഇന്ന് നമ്മൾ ഇവിടെ പെരയിൽ വെറുതെ റെസ്റ്റിലാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഇറച്ചി തിന്നാം, നക്കാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഡിന്നർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മളെ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോണ്. ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരാണെന്ന് നോക്കാം. അപ്പൊ ഞാനിന്ന് പുറത്തു പോയിട്ട് ബിരിയാണി വാങ്ങി. 70 രൂപ. നല്ല ലെഗ് പീസ് ഉണ്ട്. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയട്ടെ. നിങ്ങക്ക് വേണോ? തരൂല. തരൂല, നിങ്ങൾക്ക് തരൂല, നിങ്ങൾക്ക് വേണ തരൂല. പോടി അവിടുന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കുട്ടിനെ കണ്ടപ്പോ എന്തോ അമ്മ വിചാരിച്ചു അമ്മ കളിയാക്കാതക്കൂല, അമ്മ അങ്ങനെ നിക്കൂലേ, എന്തോ അസുഖമുള്ള കുട്ടിയാണ്, പാവാണ്, അമ്മ കളിയാക്കണ്ടേ, അമ്മക്ക് ഉദയമായിരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലായത് തരൂല തരൂല. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് അസുഖമല്ല, ഇത് മറ്റേ ക്യൂട്ട്നെസ് തൂറി എറിയണാന്ന്. നല്ല ബിരിയാണിയാ. ഹായ്, നല്ല മണം. എന്തായിട്ട് മണക്കണ്? ബിരിയാണി മണത്ത് നോക്കുക. പിന്നെ സാധാരണ ബിരിയാണിക്ക് മണം ഉണ്ടാവൂലേ? അന്റെ പെരയില് വെറുംചോറാവുമ്പോ അയൽവാസിന്റെ പെരയില് ബിരിയാണി ആവുമ്പോ നമ്മളെ പെരയ്ക്ക് മണക്കൂലേ? ബിരിയാണിക്ക് പിന്നെ ഇതെന്താ സ്പ്രേ ആണോ അല്ലെങ്കിൽ അത്രയാണോ അങ്ങനെ മണത്ത് നോക്കാന്? നല്ല മണം. ബാക്കി നല്ല ഇതുണ്ട്, ചാമ്പക്ക കട്ട് പീസ് ആക്കിയതൊക്കെ ഉണ്ട്. എന്താലേ നല്ല ഇതുണ്ട്, ചാമ്പക്ക കട്ട് പീസ് ആക്കിയതൊക്കെ ഉണ്ട്. ഇതെന്ത് ജാസിൽ ജാസിയാണോ? എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. കൊതി കൂടാനല്ലേ, കൊതി കൂടാനല്ലേ. ഇതെന്താ പറയടാ, ഒന്നും വിചാരിക്കരുത്, ഞാൻ ഓവറാക്കാണ്, ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ പറയാ, ഇത് ഒറ്റക്ക് കാണുമ്പോ നമുക്ക് ഫ്രസ്ട്രേഷൻ കയറും. അപ്പൊ ചിലവര് ഫ്രസ്ട്രേഷൻ കയറുമ്പോ എന്തെങ്കിലും ചെയ്യും. ഇനി എന്റെ വീഡിയോ കാണുന്ന ഫ്രസ്ട്രേഷൻ കയറുന്നെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്യാം, പെര കത്തിക്കേ, തൂങ്ങുക, എന്തെങ്കിലും ചെയ്യാം. ഞമ്മ നേരെ വീഡിയോ എടുത്തിടുക, അത്ര തന്നെ. ഇനി ഒരു ചെക്കനെ കെട്ടുമ്പോ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാണ്, ഹായ് ഇതാണ് എന്റെ ചെക്കൻ, ചെക്കന് 100 രൂപയാണ്, ചെക്കന് നല്ല ലെഗ് പീസ് പോലത്തെ സാധനമുണ്ട്, ചെക്കന് മണം, ഹായ് നല്ല മണമുണ്ട്, ചെക്കൻ ജാമ്പക്ക് പോലത്തെ മൂക്കാണ് ചെക്കന്. എന്റെ ചെക്കനെ എങ്ങൾക്ക് വേണോ? തരൂല, നിങ്ങൾ കൊതി കൂടാനാണ്, തരൂല. ഈ പെണ്ണിന്റെ സൗണ്ട് കേട്ടിട്ടേ എനിക്കൊക്കെ പണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടേനി. ഈ ചെറിയ പട്ടിക്കുട്ടികളൊക്കെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെട്ടാ പെരന്റെ മേലിന്ന് നല്ല മിഷീൻ കല്ല് എടുത്താണ് അടിയൊക്കെ കണ്ടിടും. അപ്പൊ ഒരു സൗണ്ട് കേൾക്കും, ഇങ്ങനെ മറ്റേ സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് കേൾക്കും. അതേമാതിരി ഉണ്ട് തരൂല തരൂല തരൂല. എല്ലാ കൂടുതലുണ്ടായി ഇതേമാതിരത്തെ ഒരു സാധനം. കാണാൻ എന്ത് രസമുണ്ട് കാണാന്. സ്വാഭാവികമായിട്ട് ഞാനൊക്കെ വേണമെങ്കിൽ അതിനോട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞു, പക്ഷെ തൊള്ള തുറന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ എത്രമാതിരി ആൾക്കാരുണ്ട്. ഞാനൊക്കെ പണ്ട് അങ്ങനെയാണ്. എന്നോട് കോളേജിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞു എന്നെ കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ തൊള്ള തുറന്നാ പോയത്. ഞമ്മ രണ്ടാളും ടീമേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തിന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ലഞ്ചിലേക്ക് കിടക്കാം. അല്ല വേണ്ട, ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അമ്മ ഒരു 10 മണിക്ക് ആവുമ്പോഴാ കഞ്ഞിയും ചമ്മന്തി ഒക്കെ തിന്നൂലേ, അപ്പം കഞ്ഞിയും ചമ്മന്തി ആക്കാം. ഓക്കെ, അപ്പം കഞ്ഞിയും ചമ്മന്തി ആരാണെന്ന് നോക്കാം. എനിക്ക് മൾട്ടിമൈലോമ ക്യാൻസർ ആണ്. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, അല്ലാതെ എനിക്കത് പ്രാർത്ഥിക്കാം. മൾട്ടിമൈലോമ ക്യാൻസർ ആണ് എനിക്ക്. എടാ ഇത് നമ്മളെ ആറാട്ടണ്ണല്ലേ? എടാ പാവടാ ആറാട്ടണ്ണ പോവല്ലേ. കാരണം എന്താ വെച്ചാല് സംഭവങ്ങളെ ഞാൻ കുറെ തെറിയൊക്കെ വിളിച്ചാണ്, പക്ഷെ ഇങ്ങള് അലിൻജോസ് പെരേര പിന്നെ ആ പൈനാപ്പിൾ അണ്ണ ഓലൊക്കെ ഇല്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കുക എന്നൊന്ന് ആലോചിക്കാൻ. നമ്മൾ കുറെ ഇള്ളി കയറുമ്പോ ആറാട്ടണ്ണനെ കുറെ തെറിയൊക്കെ വിളിക്കും, കള്ള അത് ഇത്. പക്ഷേ ഈ ഇവിടെ അടുത്ത് മല്ലു ട്രാവലർ ഉണ്ടേനി, എനിക്ക് അസുഖമാണ് ഗൈസ്, എനിക്ക് എന്റെ പെർഫ്യൂം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എനിക്ക് അസുഖമാണ്, ഞാൻ ചാവാൻ പോവാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ ഉണ്ട്, ഹലോ ഞാൻ ഓക്കെ ആയി, അതായത് അതൊക്കെ വെറുതെ. ഞാനൊരു സത്യം പറഞ്ഞുതരാം, ഞമ്മ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇതേമാതിരി ഒന്ന് പറ്റിക്കരുതിട്ടാ. ഇതിപ്പോ ആറാട്ടണ്ണന് ഇനി എന്താ അറിയില്ല, ചിലപ്പോ അസുഖം ഉണ്ടാവും, മേ ബി ചിലപ്പോ ഇങ്ങനത്തെ ഒരു സ്കീം ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ നടക്കണ്ട. ഓലെ വിചാരം ഈ ആൾക്കാര് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓലാണ് ഇതായിന്ന് അറിയുമ്പോ എല്ലാവരും എന്താ ചെയ്യേണ്ടി വെച്ചാൽ ചെയ്തുതരാന്നാണ്. ഇദ്ദേഹം കുറെ ടീമുണ്ട്, പക്ഷെ അമ്മ ആറാട്ടണ്ണൻ ചിലപ്പോ സത്യം പറയാവട്ടെ. കാരണം മൂപ്പര് ഭയങ്കര ജനൂനാണ്, ആള് പക്ക ജനൂനാണ്, ഉള്ളിലൊന്നും ഇല്ലാത്ത മനുഷ്യനാ. ചെതെങ്ങാനും ഇല്ലാത്തതാണെങ്കിൽ ആറാട്ടണ്ണ എന്ന് വിളിച്ച തൊള്ളോണ്ട് ഞാൻ ആറാട്ടണ്ണ എന്ന് വിളിപ്പിക്കണ്ട. ഓക്കെ, ആറാട്ടന്റെ കാലം കഴിഞ്ഞു, ആറാട്ടൻ ഫീൽഡ് ഔട്ടായി. ഇങ്ങനെ കേട്ട് മതിയായിട്ടാണ് ഒരു കള്ളം പറഞ്ഞത് കൂടിപ്പോയി, അത് ഞാൻ സോറി പറയുന്നു.
ആറാട്ടൻ ഫീൽഡ് ഔട്ടായി, ആറാട്ടൻ്റെ കാലം കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. എരപ്പ ജാതിയെ. ഓ ഫീൽഡ് ഔട്ട് ആയല്ലേ, ഫീൽഡ് ഔട്ട്. ഇനി ഞങ്ങക്ക് ശരിക്ക് ക്യാൻസർ വന്ന ആരെയും വിശ്വസിക്കോ? എരപ്പ ജാതി അങ്ങനെ തന്നെ പറയൂ. ഈ എന്നാ വേറെന്താ ഈ അസുഖം പറഞ്ഞൂടെ? ക്യാൻസർ എന്ന് എന്തിനാ പറഞ്ഞത്? ഇനി ആറാട്ടണ്ണന് എയ്ഡ്സ് വന്നെന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, ആൾക്കാർ വിശ്വസിക്കുമോ? കാരണം ഇതന്നല്ലേ രാത്രി ആയിട്ടുണ്ടെങ്കിൽ തുടങ്ങും എന്താണ് മഞ്ജു വാര്യർ സൂപ്പറാണ്, ഇത് സൂപ്പറാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കൂലേ? എന്തിനാ ക്യാൻസർ ഈ മെഡിക്കൽ കോളേജിലുള്ള ഏതാ ഇതൊന്നും ജില്ല എന്നൊന്നും അറിയില്ല. നമ്മ കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിലുള്ള ക്യാൻസർ വാർഡിലൊക്കെ ഒന്ന് പോയോക്ക്. ഏറ്റവും തന്നിട്ടുണ്ടല്ലോ. ഈ ആറാട്ടണ്ണനെ കണ്ടതിന്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ഈ എന്താണ് ബുദ്ധിയും വിവരമുള്ള വ്യത്യാസം മനസ്സിലായത്. ഈ ബുദ്ധി ഉള്ളവർക്കൊന്നും വിവരം ഉണ്ടാവില്ല, വിവരമുള്ളവർക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല. രണ്ടും ഉള്ളവരാണ് അടിപൊളി. ഇപ്പൊ നമ്മളെ നമ്മളെ പഠിക്കണം, MBBS പോകണം, നെറ്റ് എടുക്കണം, JRF എടുക്കണം, ഗേറ്റ് എടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇയാൾക്ക് 4-5 നെറ്റ് ഉണ്ട്, 2-3 JRF ഉണ്ട്, എത്രയോ ഗേറ്റ് ഉണ്ട്, അങ്ങനെ പല ജാതി. ഇയാൾക്ക് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് ജോബിന് ഇയാൾക്ക് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് സാലറി കിട്ടും. പക്ഷെ ഇയാൾക്ക് ഇങ്ങനെ രാത്രി ആകുമ്പോൾ ഒരു ബീർ അടിച്ചാണ്ട് അത് പൊളിയാണ് ഇത് പൊളിയാണെന്ന് പറഞ്ഞ് നടക്കണം. അതാണ് അത്. ഇയാൾ ഇയർ ഔട്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ല പണി എന്താണെന്നറിയാം? മറ്റേ കൊച്ചിയിലെല്ലാം ഉണ്ടായാലും കൊച്ചിയിൽ വല്ല പാലാരിവട്ടോ അല്ലെങ്കിൽ നമ്മ കോഴിക്കോട് പാളയത്തോ അവിടെ നല്ല സാരിയൊക്കെ ചുറ്റിയിട്ട് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല രസം ഉണ്ടാവും, നല്ല ആറാട്ടണ്ണന് മാച്ച് ആവും. മറ്റേ ലീലാമണി അതേ ഒരവിടെ നിൽക്കൂലേ, അതേമാതിരി ഒരു 500,000 അവിടെ പോയി നിൽക്കുക, അല്ലാതെ വേറെ വയ്യില്ല. ഇതേമാതിരി ഇങ്ങനെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വരുന്നതാണ്. വരാതെക്കട്ടെ, വന്നിട്ടുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കും. ഇനി എന്ത് ക്യാൻസർ തല പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെറി പറയും. കണ്ടോണ്ടി ആറാട്ടണ്ണ, നേരത്തെ പറഞ്ഞ ആറാട്ടണ്ണന്ന് വിളിച്ച വാക്കുകൊണ്ട് എന്ന് വിളിപ്പിക്കും. വെറുതെ എന്തിനാണ്? എന്തായാലും എന്തോ ഒരു നല്ല ആറാട്ടെണ്ണ ഒരു എന്നാലും അയാളാവും പറഞ്ഞ് പാവാണ്, എന്താ പറയാന്നും അറിയില്ല, വല്ലാത്തൊരു അവസ്ഥ ആയിപ്പോയി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കഞ്ഞും ചമ്മന്തി നിന്ന് അടുത്ത അപ്പോൾ ലഞ്ചിനുള്ള സാധനമാണ് തിന്നാൻ പോണത്. പക്ഷെ ഇത് ഇറച്ചി തിന്നാലല്ല കേട്ടാ, ഇതൊരു കിടിലം ബുദ്ധിയാണ്. ഞാൻ ഇവിടെ അടുത്ത് കണ്ടതാടാ. നമ്മ എത്ര കാലം ജനറലിൽ എന്താ ചെയ്യല്, ആൾക്കാരൊക്കെ നീച്ചു പോവാന് അല്ല, ആൾക്കാരെ നിന്നൊക്കെ ഈ തിരക്കിലൊന്നും പെടാതെ നല്ല സുഖത്തിൽ കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യല്, തൊട്ടിൽ കെട്ടും. അതേമാതിരി ഇന്റെ മാതിരി ഒരുത്തന്റെ കിടിലം ബുദ്ധി അതാ. കണ്ടോക്കിട്ടാ ഓനിങ്ങനെ നേരെ വരണേ, എന്നിട്ട് അതാ ബാഗിൽ നിന്ന് എടുക്കണേ, ബാൻഡേജ് സാധനങ്ങളൊക്കെ എടുക്കണേ, കൈമലൊക്കെ കുറച്ച് ബെറ്റാടി സാധനങ്ങളൊക്കെ തേച്ച് കാലൊക്കെ കെട്ടി, ഈ മറ്റേ കാലൊക്കെ മുറിഞ്ഞോലമാതിരി കെട്ടി പള്ളന്റെ അവിടെ കെട്ടി. ഭയങ്കര സീരിയസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാഗ് ഇട്ടിട്ട് അത് പോണ് ജനറലിൽ കയറി. നല്ല തിക്കുള്ള ജനറലാണ്. ചെക്കൻ കിടക്കണണ്ട. അപ്പൊ കയ്യിന് കെട്ട്, ഇവിടെ കെട്ട്, കാലിന് കെട്ട്. ഇനി പക്ഷെ ഇതൊരു ബുദ്ധിയൊക്കെ തന്നെയാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് നമ്മ ഈ ജനറലിന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു നാട്ടിൽ ജനറലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെ കറക്റ്റ് ക്യാരക്ടറാണ്. ഗുജറാത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി തൂറി വരകിയ ആൾക്കാരുണ്ടാകുക. അതേമാതിരി മുംബൈയില് അതിനനുസരിച്ചുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ജനറൽക്ക് കയറി വരിക. അപ്പം ഞമ്മൊക്കെ എന്താണ് മൂത്രയിക്കാൻ, ഇപ്പൊ ഈ ചെങ്ങായി ബൈ ചാൻസ് മൂത്രയിക്കാൻ പോയി, അപ്പോഴൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. ഓനെന്താ നമുക്ക് ശരിക്കുള്ളതാണോ അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ തിരിച്ചു വരുമ്പോ എന്താ പറയാ, കാലിന് വയ്യ, ഇതിന് വയ്യ, അതൊന്നും ആൾക്കാരെ നീച്ചു തരൂല, അവിടെ നിന്നോന്ന് പറയാം. അത്രേ ഉള്ളൂ ജനറലത്തെ ആൾക്കാർ. അപ്പം ഏറ്റവും ജനറലിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ, ഞാൻ എൻ്റെ അടുത്ത് പറയല കേട്ടോ, ജനറലിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗച്ചാൽ അതിന്റെ തൊട്ടിലാണ്. അത് ഞാൻ ഒന്നും ഇതിന്റെ മേലെ ഞാനെയും കണ്ടെത്തിക്കോട്ടെ. വേണമെങ്കിൽ ട്രെയിനിന്റെ മേലെ കിടന്നുറങ്ങണ സെറ്റപ്പ്, ട്രെയിനിന്റെ മേലെ ടെന്റ് അടിച്ച് കിടന്നുറങ്ങണ സെറ്റപ്പ്, അതൊക്കെ പിന്നെ ജീവന് ഭീഷണിയാ മോനെ. ഏറ്റവും നല്ല സേഫ് ആയിട്ട് ഏറ്റവും തിരക്കേറിയ ജനറലിൽ സുഖസുന്ദരായിട്ട് കിടക്കാൻ പറ്റിയ സാധനമാണ് ഓക്കെ അനാഷിന്റെ തൊട്ടില്. അത്രേ ഉള്ളൂ. ഇനി അമ്മ ഞാൻ അതിന്റെ ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചിട്ടാ. പക്ഷെ അല്ലേ എന്താണ് ചൈനയിൽ നിന്നൊക്കെ ഒരു സാധനം ഇറക്കണം. പക്ഷെ ഒരു 1000 പീസൊക്കെ 100 പീസ് 1000 പീസൊക്കെ ഇറക്കുമ്പോത്തിന് എത്രമാതിരി പൈസ, 50,000 1 ലക്ഷം ഒക്കെ ആവും. അപ്പൊ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആൾക്കാർ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇറക്കാത്തത്. ആദ്യം ഒരു ഐഡിയകൾ ഇങ്ങനെ ആലോചിക്കും. നിങ്ങൾ ഐഡിയകൾ ഉണ്ടെങ്കിൽ പറയട്ടാ. നമ്മ നാട്ടിൽ ആ തൊട്ടിൽ എന്ന് പറഞ്ഞ സാധനം ഇതാക്കണടാ, നമുക്ക് പോപ്പുലർ സാധനം ആക്കണം. നമ്മളെ ഡെയിലി ഇപ്പൊ ഒരാൾ എനിക്കൊക്കെ ഈ ട്രിപ്പ് പോകുമ്പോ തൊട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. എങ്ങനെ ഏത് പൂറ്റിലങ്ങാടി പോയിട്ട് ഞാൻ കിടന്നുറങ്ങും, അത്രക്കും ധൈര്യം. കാരണം എന്താ വെച്ചാല് എന്താണ് നമുക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാം. നമ്മൾ മാത്രമേ കിടക്കുള്ളൂ. നമ്മളെ ഓൺ പ്രോപ്പർട്ടിയാണ്. എനിക്കിപ്പോ ജനറലിന്റെ ഉള്ളിൽ ഒരു ഓൺ പ്രോപ്പർട്ടി ഉണ്ട്. ആരുമില്ല. ഞാൻ മൂത്രയിക്കാൻ പോയില്ല, അവിടെ കാലി എന്റെ ബാഗ് എന്റെ സാധനം, പിന്നെ നേരെ ഫാൻ ഇങ്ങോട്ട്, പിന്നെ നമ്മളെ ചുക്കാമണിന്റെ അങ്ങോട്ട് ഫാൻ, അങ്ങനെ എല്ലാ തരത്തിലും സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റിയ സാധനമാണ് നമ്മളെ
തൊട്ടിൽ. ലഞ്ചിനുള്ള സാധനം കഴിഞ്ഞ്, ലഞ്ചിനുള്ള സാധനം പിന്നെ നമ്മള് എന്താണ് ഓവർ ആരും ഇറച്ചി തിന്നിട്ടൊന്നുമില്ല. അടുത്തത് നമ്മള് ഡിന്നറാണ് കഴിക്കാൻ പോണത്. ഡിന്നർ നമ്മൾ സെറ്റ് ആക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിന്നറിലേക്ക് കിടക്കാം. ആഹാ, മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിതാ എഴുന്നള്ളുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്. ലൈറ്റ് അഫക്റ്റിംഗ് സൺലൈറ്റ്, സൺറൈറ്റ് ഉണ്ടോ? മഞ്ഞ മുഖത്തടിയുന്നുണ്ടോ? മഞ്ഞ പ്രകാശം, പച്ച പ്രകൃതി ഭംഗി, കേരളത്തിലെ പച്ചപ്പും ഹരിതാവും. സൂപ്പർ. ഈ ഗുഡ് മോർണിംഗ്, ഓൾ ദ വെരി ബെസ്റ്റ്. സ്പൈക്ക് ചെയ്യട്ടെ. ഈശോമിശിഹായുടെ ഓൾ ദ വെരി ബെസ്റ്റ്. സാമിയേശ്വരണമയ്യപ്പ തത്വമസി. ഗുഡ് മോർണിംഗ്. സൂര്യൻ, സൺലൈറ്റ്, ആ പ്രകാശം, സൂപ്പർ, അടിപൊളി. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു ടുഡേ? ഹവ് എ നൈസ് ഡേ, നൈസ് ടു മീറ്റ് യു, ഓൾ ദ വെരി ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു. യോ താങ്ക് യു. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ചിരിച്ചോണ്ടിരുന്നാല്, തമാശ കെട്ടി ചിരിച്ചോണ്ടിരുന്നാൽ ആയുസ് കൂടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. Science is mathematics. Good morning, everybody. Come on, everybody. Let's play the melodious music and enjoy, celebrate the beauty of life. Wonderful of life. All the very best. Assalamualaikum sallallahu alaihi wasallam. സാമിയ ശർമ്മ തത്വമസി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായെ സ്തുതി. എടാ അതെന്തോ സാധനം, എന്തേ സാധനം എന്തേ അടിച്ചണാണാ? എന്തല്ലേ, എന്തൊരു വിവരമുള്ള മനുഷ്യന്. എന്തൊക്കെയോ പറയണു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. സൺലൈറ്റ്, സൺലൈറ്റ് അല്ലടാ, സൺറൈറ്റ്. പിന്നെ ഹല്ലേലൂയ, അത് ഇത് മാത്തമാറ്റിക്സ് ഈ സയൻസ് അല്ല. ഇത് ഇനിയിപ്പോ ഓനാണോ കഞ്ചാവ് അടിച്ചതോ ഞാനാണോ കഞ്ചാവ് അടിച്ചത്? എടാ എന്തൊക്കെയോ ആവണ് തല. എന്നാലോ എന്തൊക്കെ പറഞ്ഞത്? ഓ, എങ്ങനെയല്ലോ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയാ? ഇവനെ എന്ത് സാധനം അടിച്ചത് ഒന്ന് പറഞ്ഞു തരുമോ ഏട്ടാ? ഒന്ന് ഏതാ സാധനം അടിച്ചത്? അതിന്റെ പേരിന്റെ ഫസ്റ്റ് അക്ഷരം പറഞ്ഞെന്നാ മതി. എനിക്കൊന്ന് എവിടെയും പോയി അടിക്കാൻ. എന്നാ അതേമാതിരി പറയാലോ. ഹല്ലേലൂയ, സൺറൈറ്റ്. ഓ എടാ, എൻ്റെ ആകെ കിളി പോയിട്ടോ. കാരണം എന്താ വെച്ചാല് ഇതൊക്കെ പാടെ നമ്മള് എന്തെല്ലാം ബന്ധമില്ലാത്ത കുറച്ച് സംഭവങ്ങള് തലേക്ക് വെച്ചപ്പം കുറച്ച് ബന്ധമുള്ള കാര്യങ്ങൾ ഒക്കെ മറന്നു പോയ മാതിരി ഇങ്ങനെ തോന്നുക. ഹല്ലേലൂയ, അസ്സലാമു അലൈക്കും, മാഷാല്ലൊന്നുമില്ല, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ഒപ്പര. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, സൺലൈറ്റ്, സൂര്യൻ, മഞ്ഞ. മൊത്തത്തില് എനിക്ക് തോന്നണത് ഈ ചെങ്ങായി അടിച്ച സാധനം നമ്മൾ അടിക്കണം എന്നില്ല. നമ്മ ഇവന്റെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മള് ഈ കഞ്ചാവൊക്കെ അടിച്ച മാതിരിയാവും. വെറുതെ എന്തിനാണ് ഓരോരുത്തർ പൈസ എടുത്താണ് ലഹരിയൊക്കെ വാങ്ങണത്? ഇതേമാതിരത്തെ 2-3-4 വീഡിയോ കണ്ടാൽ പോരെ, എന്നാൽ തന്നെ നമുക്കൊരു അടിച്ച ഫീൽ ഇട്ടുണ്ട്. സത്യം, ഇപ്പൊ എനിക്ക് നല്ല അടിച്ച ഫീൽ ഇട്ടുണ്ട് ഇത് കണ്ടിട്ടേ. ഞാൻ ഈ ലാസ്റ്റത്തെ വീഡിയോ കണ്ടതിന് ശേഷം, ഡിന്നർ കഴിച്ചതിന് ശേഷം ആകെ കിക്കിലാണ്. അപ്പം എന്താ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാന്നൊക്കെ കമന്റ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ആണോ, കഞ്ഞിയും ചമ്മന്തിയാണോ, ലഞ്ചാണോ, ഡിന്നറാണോ, എന്തെങ്കിലും കമന്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ ഇനി കണ്ടിന്യൂ ചെയ്യണോ അതോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോ റിയാക്ട് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ പോയാൽ മതി. ടൈക്ക് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊക്കെ നോക്കിയാണ്. നമ്മ ഇവിടെ എന്ത് പണിയാടുള്ളതേ, ഒരു പണിയില്ല. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നീക്കണേ, പല്ലേക്കണേ, എന്തെങ്കിലും കഴിക്കുന്നു, അവിടെ പോണ്, കിടന്നുറങ്ങുന്നു, ഇരിക്കുന്നു, രാത്രി ആകുമ്പോൾ ചായ കുടിക്കുന്നു, വേറെ പണിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ അയച്ചോണ്ടി എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് കഴിച്ചാൽ മതി. ഓക്കെ അനാഷ് ആണ് പേര്. ഓക്കെ, അനാഷിക്ക് അയച്ചാലും ഓക്കെ അനാഷിക്ക് അയച്ചാലും ഏക്ക് അയച്ചാലും ഞാൻ കാണും. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്നെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയാം. ഓക്കെ, എല്ലാവരും കമന്റ് ഞാൻ വായിക്കുന്നതാണ്. ഓക്കെ, ഫുള്ള് വായിച്ച് എല്ലാവരും അഭിപ്രായം പറയണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാനുള്ള നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല നാക്കുണ്ട്. ഇതിപ്പോ ആകെ കിളി പോയ മാതിരി ആയാണ് ഈ വർത്താനം കേട്ടെങ്കിൽ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഓക്കെ അനാഷ് വരും. ഓക്കെ, ഇത് ചാമ്പൂല, ഇനി ഒരു എന്തായാലും വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും, അടുത്ത വീഡിയോ. പിന്നെ ഞാൻ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. പക്ഷെ ഇത് അനസിന്റെ വാക്കാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഓക്കെ അനാസ് വരും. കാരണം അനാസിസ് ജോബ്ലെസ്, ചുണ്ണിലെസ് നെയ്യേ. ഓ, അനാസിസ് ജോബ്ലെസ്.
സൂര്യം മുഖത്തേക്ക് അടിക്കുന്നു, മഞ്ഞ നിറം. ഹല്ലേലൂയ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹല്ലേലൂയ. എന്താണ് അയാൾ പറയണ മാതിരി പറയാൻ കഴിയില്ലട, കാരണം എന്തോ നല്ല വിലപിടിപ്പുള്ള സാധനം അടിച്ചിട്ടുണ്ട്, എന്തോ നല്ല നല്ല വിലപിടിപ്പുള്ള. ഇപ്പൊ മറ്റേ പാട്ട് വെക്കണം, തഞ്ചന്തരത്തെ ചന്ദന്തിയെ. അപ്പൊ ശരി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പം നാളെ മറ്റന്നാളെ കാണാം. ഓക്കെ, സെറ്റ്.